ചേച്ചി എന്തോ തിരക്കിലുള്ള. എന്താ ചേച്ചി പരിപാടി? ഞാൻ കോവയ്ക്ക പറിക്കുവാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ കോവലയിൽ കുറച്ച് കായുണ്ട്. അപ്പോൾ മൂത്തോ നോക്കി ഇങ്ങനെ പറിക്കുക. എല്ലാം പറിച്ച് തീർന്നപ്പോഴാണോ നീ വന്നേ? നീറും കൂടെ മോളെ. ഇതിൽ കുറേ ഉറുമ്പും കൂട് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് പറിക്കുമ്പോൾ ചിലപ്പം ഉറുമ്പെല്ലാം നമ്മുടെ കണ്ണിലോട്ട് വീഴാൻ സാധ്യതയുണ്ട്. ഇതാണ് ഉറുമ്പ്. ചേച്ചിൻ്റെ നീറ് എന്താ ചേച്ചി? അത് പഴയ കാലത്തെ കാരണവന്മാർ നീറെന്നൊക്കെ പറയും. കോവയ്ക്ക എനിക്ക് ഇത്രയും കിട്ടി കേട്ടോ. ഇത്രയും കോവയ്ക്ക കിട്ടി കേട്ടോ. വലിയ പാത്രമാണ്. ഹായ് കൂട്ടുകാരെ, എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കൊച്ചു സന്തോഷം എന്ന ചാനലിലേക്ക് സ്വാഗതം. പറിച്ച കോവയ്ക്ക നമുക്ക് വറവാക്കാം കേട്ടോ. ഞാൻ പഴയ രീതിയിലൊക്കെയാണ് വറവാക്കുന്നത്. ഞാൻ ഒരു മെഴുക്ക് പുരട്ടി എന്നൊക്കെ പഴയ കാലത്ത് പറയും. എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെയാക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇത് ഇച്ചിരി നീളം കുറയ്ക്കാനാണ് ഇങ്ങനെ എരിയുന്നത്. ഇതരിഞ്ഞ് ഇതെല്ലാം കൂടെ നമുക്ക് അരിഞ്ഞ് മുളകും എല്ലാം ഇതിനകത്തേക്ക് അരിഞ്ഞിട്ടിട്ട് കുറച്ച് പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടി ഇതിനകത്തേക്ക് അരിഞ്ഞിട്ടിട്ട് കുറച്ച് ഉപ്പും ഇട്ട് പിന്നെ ഇച്ചിരി ഇളക്കി ഇച്ചിരി മഞ്ഞൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നതായതുകൊണ്ട് ഇപ്പം മഞ്ഞൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം വിഷമൊന്നുമില്ലല്ലോ. ഇതിനകത്തേക്ക് ഇച്ചിരി മഞ്ഞളും ഉപ്പും മുളകും പിന്നെ ഉള്ളിയും കൂടി അരിഞ്ഞിട്ടിട്ട് നമുക്കൊരു ചെറിയ വറവാക്കാൻ വേണ്ടിയിട്ടേ. ഹായ്, നമ്മുടെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. ഇത് പിന്നെ പഴയ കാലത്ത് ഇതിനെ മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയുവേ പഴയ കാരണവന്മാർ. ഞാൻ പഴയ ആളായതുകൊണ്ട് പഴയ മെഴുക്ക് പുരട്ടി കേട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഇച്ചിരി ഒരു വേവാകുമ്പോൾ നമ്മൾ ശകല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഇങ്ങനെ കിള്ളി നിരത്തി നല്ല മൂപ്പായി കഴിയുമ്പോൾ പിന്നെ ഇച്ചിരി മൂത്ത് വരണം, എന്നാലും അതിൻ്റെ ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സൗമ്യ, നീയും കഴിക്കും. കഴിച്ചു നോക്ക്. നല്ല വെളിച്ചെണ്ണ ഒരു ചെറിയ മൂത്ത് വരുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ചോറിന് ഇത് മാത്രം മതി. കോവയ്ക്ക പറിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഇതൊന്ന് വറവാക്കി കാണിച്ചു തരാമെന്നോർത്ത് വന്നാണേ. അതുകൊണ്ട് പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാവേ. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, ടാറ്റ.